السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الإخوان وأخوات أوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിന് ഇഷ്ടമുള്ള ജീവിതം നയിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 72-ാമത്തെ അധ്യായം സൂറത്തു ജിന്നിലെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് 6-ാമത്തെ ആയത്ത് മുതൽ നമുക്കിന്ന് അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് പാരായണം ചെയ്ത് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا وأنهم ظنوا كما ظننتم أن لن يبعث الله أحدا وأنا لمسنا السماء فوجدناها ملئت حرسا شديدا وشهبا. وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا وأنهم ظنوا كما ظننتم أن لن يبعث الله أحدا وأنا لمسنا السماء فوجدناها ملئت حرسا شديدا وشهبا. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസ്. വഅന്നഹു ഷദ്ദുൽ നൂനും മണിച്ചോദനം. കാന റിജാലും ലുമ്മി എന്നുള്ളത് ചേർത്തും മണിച്ചും. ഇദ്ഗാമും ബിഗുന്ന എന്ന് പറയും. ചേർത്തും മണിച്ചും ഓതണം. ഇൻസ് എന്നുള്ളത് ഇൻസ് എന്നുള്ളത് ഇഖ്ഫ ആണ്, അവ്യക്തമാക്കി മണിക്കണം. മിനൽ ഇൻസി യഊദൂന ദാൽ പറയുമ്പോൾ നാവിൻ്റെ അറ്റത്ത് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. യഊസൂന പറയരുത്, യഊദൂന എന്നും പറയരുത്. യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി. റിജാലിമ്മി എന്നുള്ള ചേർത്ത് മണിച്ചോദ. മിനൽ ജിന്നി ഷദ്ദുൽ നൂന് മണിച്ചോദ. ഫസാദൂഹും റഹഖ. ഹ എന്നുള്ളത് തൊണ്ടയുടെ ഏറ്റവും അറ്റത്തുനിന്നാണ് ഉച്ചാരണം വരുന്നത്. റഹഖ നാവിന് റോളില്ല ഹ പറയുമ്പോൾ. വഅന്നഹും ഷദ്ദുൽ നൂന് മണിച്ചോദ. വന്നു ഷദ്ദുൽ നൂന് വന്നു മണിച്ചോദ. കമാ വനതും ഇഖ്ഫ ആണ്, അവ്യക്തമാക്കിയിട്ട് ഓത. കമാ വനതും. അൻ ലൻ എന്നുള്ളത് ആദ്യ സാക്കിന നൂന് ശേഷം ലാമ് വരുമ്പോൾ അല്ല എന്നുള്ളത് നൂന് സൈലൻ്റാക്കി ചേർത്തി ഓതുക. രണ്ടാമത്തെ നൂനിന് ശേഷം യാ വരുമ്പോൾ അവിടെ ചേർത്തും മണിച്ചും ഓതുക. ഇദ്ഗാമും ബിഗുന്നയാണ്. ആദ്യത്തെ ഇദ്ഗാമും ബിലാ ഗുന്നയാണ്. ചേർത്തി ഓതണം, പക്ഷേ ഉന്നത്ത് കൊടുക്കാൻ പാടില്ല. രണ്ടാമത്തത് ചേർത്തി ഓതുകയും ചെയ്യണം, ഉന്നത്ത് കൊടുക്കുകയും വേണം. അപ്പോൾ അല്ലയ്യബ് അല്ലയ്യബ് യബ് യബ്അസല്ലാഹു അഹദ.
അല്ലൻ യബ്അസല്ലാഹു അഹദ. അങ്ങനെ വരും. വ അന്ന ലമസ്ന ഷദ്ദുള്ള നൂന്, വ അന്ന മണിച്ചോത് ലമസ്ന സമാ, ഒരു പദത്തിൽ വരുന്ന മദ്ദാണ് ദീർഘമായി നീട്ടണം. ഫവജദ്നാഹ, ബാഇനും ദാലിനും ഒക്കെ സുക്കൂൻ വരുമ്പോൾ നമ്മളൊന്ന് കട്ടി കൂട്ടി ഉച്ചരിക്കണം. ഫവജദ്നാഹ മുലിഅത്, മുലി അലിഫാണ് ഉച്ചരിക്കേണ്ടത്. മുലിഅത് എന്ന് ഐനാക്കി നന്നാക്കി ഉച്ചരിക്കരുത് ആരും. മുലിഅത് എന്ന് പറഞ്ഞാൽ മതി. മുലിഅത് അലിഫിന്റെ ഉച്ചാരണമാക്കിയിട്ട്. ഹറോസൻ, ഹറോസൻ ഷദീദൻ വ, ആദ്യത്തേത് ഹറോസൻ കഴിഞ്ഞാൽ അത് ഇഖ്ഫ ആണ്, അവ്യക്തമാക്കി മണിച്ചോദണം എന്നുള്ള തെൻവിന്. രണ്ടാമത്തെ തെൻവിന് വാവ് വരുമ്പോൾ ചേർത്ത് മണിച്ചോദ്യം ചെയ്യണം. ഹറോസൻ ഷദീദൻ വ, അങ്ങനെ ഷദീദൻ വ ഷുഹുബ. നിങ്ങളൊന്ന് എൻ്റെ കൂടെ തന്നെ ഒന്ന് ഊതി നോക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا وأنهم ظنوا كما ظننتم أن لن يبعث الله أحدا وأنا لمسنا السماء فوجدناها ملئت حرسا شديدا حرسا شديدا وشهبا. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖുർആൻ പാരായണം കേൾക്കുകയും അവർ മനസ്സിലാക്കിയിരുന്ന പല വിഷയങ്ങളും തിരുത്തിക്കൊണ്ട് അവർ ഖുർആനിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ആ ആശയത്തെ അവർ പ്രഖ്യാപനം നടത്തിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞത്. അവർ പറഞ്ഞു, ഞങ്ങളൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അത് സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാകുന്നു, അത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആലയോടൊപ്പം, ഞങ്ങൾ രക്ഷിതാവിനോടൊപ്പം ഞങ്ങൾ ഒരാളെയും പങ്കു ചേർക്കില്ല എന്നും നമ്മുടെ റബ്ബ് ഏറ്റവും മഹത്വമുള്ളവനാണ്, അവൻ്റെ മഹത്വം അത് ഉന്നതമായിരിക്കുന്നുവെന്നും അല്ലാഹു സുബ്ഹാനഹു തആല മത്തഖദ സ്വാഹിബതൻ വലാ വലദ, ഭാര്യയെയോ അതേപോലെ തന്നെ മക്കളെയോ ഒന്നും അവൻ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതിനെക്കുറിച്ചും, അതേപോലെ തന്നെ അള്ളാഹു നമ്മളിലുള്ള ഏറ്റവും വിഡ്ഢികളായ സഫീഹ്, അല്ലേ, വിഡ്ഢികൾ അള്ളാഹുവിൻ്റെ പേരിൽ വളരെ മോശപ്പെട്ട വലിയ അക്രമം, അല്ലെ വലിയ അനീതി പറയാറുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും അവർ മനസ്സിലാക്കുകയുണ്ടാണ്. അവർ വിചാരിച്ചിരുന്നത് വഅന്നാ വനന്ന അല്ലാൻ തഖൂലൽ ഇൻസു വൽ ജിന്നു, പിന്നെ മനുഷ്യരാവട്ടെ ജിന്നാകട്ടെ അള്ളാഹുവിനെ കുറിച്ച് കളവൊന്നും പറയൂല എന്നതായിരുന്നു, അലല്ലാഹി കദിബൻ എന്നായിരുന്നു അവർ മനസ്സിലാക്കിയത്. പക്ഷേ റബ്ബിൻ്റെ മേൽ അവർ പലതും പറഞ്ഞു എന്നുള്ളത് അവർക്ക് ബോധ്യമാവുകയാണ്. അത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. എൻ്റെ ഏറ്റവും ഒരു ബ്രീഫായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി അടുത്ത ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖ എന്നുള്ളതാണ്. വഅന്നഹു, കാര്യം, തീർച്ചയായും കാര്യം എന്താണ്? കാന റിജാലുൻ, റിജാൽ എന്നുള്ളത് റജുൽ എന്നുള്ളതിൻ്റെ പ്ലൂരലാണ് റിജാൽ. റജുൽ അറിയാലോ, റജുൽ എന്ന് വെച്ചാൽ പുരുഷൻ, ആണിനാണ് റജുൽ എന്ന് പറയാം, മേൻ. അതിൻ്റെ പ്ലൂരലാണ് എന്ത്? റിജാൽ എന്നുള്ളത്. നിങ്ങൾ പള്ളികളിലൊക്കെ എഴുതി വെച്ച് കണ്ടിട്ടുണ്ടാവും, മുസല്ല നിസാ, മുസല്ല റിജാൽ, അല്ലെങ്കിൽ ഉളൂ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് റിജാൽ. അതേപോലെ തന്നെ പിന്നെ നിസാ എന്നുള്ളത്, നിസാല് ലേഡീസാണ്, റിജാൽ എന്ന് പറയുന്നത്
മെൻ ആണുങ്ങൾ എന്നുള്ള അർത്ഥമാണ്. അതിലെ പിന്നെ ഈ മുഅന്നസ് മുദക്കർ എന്നാണ് പറയുക, മെയിൽ ഫീമെയിൽ എന്നുള്ളതിന് അറബിയിൽ. പ്ലൂരലിന് പറയാം ജം എന്നാണ്, ഏകവചനത്തിന് മുഫ്രദ് എന്നാണ് പറയുക, സിംഗുലറിന്. ഇപ്പം ഇവിടെ റജുല് അതിൻ്റെ പ്ലൂരലാണ് റിജാൽ എന്നുള്ളത്. അപ്പം എന്താണ് കാര്യം? റിജാലും മിനൽ ഇൻസ്, ഇൻസിൽ നിന്നുള്ള റിജാൽ അഥവാ മനുഷ്യരിൽ നിന്നുള്ള മനുഷ്യവർഗത്തു നിന്നുള്ള ആണുങ്ങൾ, അതാണ് അവര് യഊദൂന, യഊദൂന അവർ അഭയം ചോദിക്കാറുണ്ടായിരുന്നു. യഊദൂന, ആദ യഊദു എന്ന് വെച്ചാൽ അഭയം ചോദിച്ചു എന്നുള്ളതാണ്. ആദ യഊദു, അതിൽ നിന്നാണ് നമ്മൾ അഊദു എന്നൊക്കെ പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലേ? അഊദു, ഞാൻ ശരണം ചോദിക്കുന്നു, ഞാൻ രക്ഷ ചോദിക്കുന്നു. കുൽ അഊദു ബിറബ്ബിൻ നാസ്, കുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നൊക്കെ പറയുന്ന പദം അതിൽ നിന്നാണ്. ആദ യഊദു എന്നുള്ളതാണ്. ആദ എന്ന് വെച്ചാലോ, അതിന് ഡോട്ടില്ലെങ്കിൽ ആദ എന്ന് വെച്ചാൽ മടങ്ങി എന്നുള്ള അർത്ഥമാണ്. റജഅ എന്നുള്ള അർത്ഥമാണ് ഇവർ ആദ. ഇവിടെ ആദ എന്ന് പറയുമ്പോഴാണ് അഭയം ചോദിച്ചു, ശരണം തേടി, രക്ഷ ചോദിച്ചു എന്നൊക്കെയുള്ള അർത്ഥം. അപ്പോൾ യഊദൂന അവർ അഭയം ചോദിക്കാറുണ്ടായിരുന്നു. ആര്? മനുഷ്യരിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ, പുരുഷന്മാർ. ആരോടാണ് ചോദിക്കുന്നത്? ബി റിജാലിം മിനൽ ജിന്ന്, ജിന്ന് വർഗത്തിൽപ്പെട്ട അതിൻ്റെ ആളുകളോട്, അതിൻ്റെ ആണുങ്ങളോട്, അതിൻ്റെ ആളുകളോട്. അവിടെ പുരുഷന്മാർ എന്ന് മാത്രമല്ല, ആളുകൾ എന്നുള്ള അർത്ഥത്തിലും റിജാൽ ഉപയോഗിക്കും. മൊത്തത്തിലും ആണും പെണ്ണൊക്കെ ഉൾക്കൊള്ളുന്ന സമൂഹത്തിനെയും പറയും. അപ്പോൾ മനുഷ്യവർഗത്തിൽപ്പെട്ട കാന റിജാൽ മിനൽ ഇൻസ്, ഇൻസുകളിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളോട് അഭയം ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ചോദിക്കുന്ന കാരണത്താൽ എന്തായി? ഫസാദൂഹും, ഫസാദൂഹും അവർക്കത് വർദ്ധിപ്പിച്ചു. സാദ യസീദു, നമ്മൾ പഠിച്ച പദാണല്ലോ അല്ലേ? ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാന്ന് കഴിഞ്ഞ സൂറ പഠിച്ചില്ലേ? സൂറത്തു നൂഹിൽ, അല്ലേ? അതെ, ആ പദം തന്നെയാണ്. റബ്ബി സിദ്നി ഇൽമ. നമ്മൾ പറയാറില്ലേ ഇൽമു വർദ്ധിപ്പിച്ചു തരാൻ? ആ പദം തന്നെയാണ് സാദ യസീദു എന്നുള്ളത്. അപ്പോൾ ഫസാദൂഹും, ഫസാദൂഹും അങ്ങനെ അത് അവർക്ക് വർദ്ധിപ്പിച്ചു. എന്ത് വർദ്ധിപ്പിച്ചു? റഹഖൻ, റഹഖ് എന്ന് വെച്ചാൽ കിബിർ എന്നാണ് അർത്ഥം. കിബിർ അഹങ്കാരം, അല്ലെങ്കിൽ തുഗയാൻ ധിക്കാരം. അതേപോലെ തന്നെ പിന്നെ ഇസ്മ് കുറ്റം എന്നുള്ള അർത്ഥത്തിലൊക്കെ റഹഖ് ഉപയോഗിക്കും. ധിക്കാരം, ധാർഷ്ട്യം, അതേപോലെ തന്നെ വിഡ്ഢിത്തം, അതിനൊക്കെ റഹഖ് പറയാറുണ്ട്. അപ്പോൾ എന്താണ് ആശയം? മനുഷ്യരിൽപ്പെട്ട ആളുകൾ, കുറച്ചാളുകൾ ജിന്ന് വർഗത്തിൽപ്പെട്ട അതിലെ കുറച്ചാളുകളോട് അഭയം ചോദിക്കാറുണ്ടായിരുന്നു. ആ ചോദിക്കുന്ന കാരണത്താൽ എന്തായി? അവർക്ക് അഹങ്കാരം വർദ്ധിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അത് കാരണത്താൽ അവർക്ക് അഹങ്കാരം വർദ്ധിച്ചു എന്നുള്ളതുമാണ് അവർ മനസ്സിലാക്കുന്ന, അവർ ജിന്നു വിഭാഗം പറയുന്ന കാര്യം. രണ്ടാമത്തത് ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അന്നഹും തീർച്ചയായും അവർ, ലന്നു അവർ വിചാരിച്ചു, കമാ ലനന്തും നിങ്ങൾ വിചാരിച്ചതുപോലെ. എന്താണ്? അല്ല യബഅസ, ബഅസ യബഅസു എന്ന് വെച്ചാൽ നിയോഗിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ രണ്ടാമത് ജീവിപ്പിക്കുന്നതിനുമൊക്കെ എന്താണ്? എഴുന്നേൽക്കുക, അയക്കുക, നിയോഗിക്കുക എന്നൊക്കെ ബഅസ എന്നുള്ള അർത്ഥത്തിലുണ്ട്. ബഅസ യബഅസു, നിയോഗിച്ചു, അയച്ചു, പിന്നെ അതേപോലെ തന്നെ എഴുന്നേൽപ്പിച്ചു, എഴുന്നേൽറ്റു എന്നുള്ള അർത്ഥത്തിന് ബഅസ ഉപയോഗിക്കും. അപ്പോൾ അന്നഹും അവർ ലന്നു വിചാരിച്ചു. ലന്ന യലുന്നു അറിയാലോ, ലന്ന യലുന്നു നമ്മൾ നേരത്തെ മുകളിൽ പഠിച്ചിട്ടുണ്ട്. വന്ന ലനന്ന അല്ലൻ തഖൂല ഇൻസു വൽ ജിന്ന കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? അഞ്ചാമത്തെ ആയത്തിൽ അത് തന്നെയാണ് ലന്ന യലുന്നു. ലന്നു എന്ന് പറയുമ്പോൾ അവർ വിചാരിച്ചു. കമാ ലനന്തും നിങ്ങൾ വിചാരിച്ചതുപോലെ. ലനന്തും നിങ്ങൾ വിചാരിച്ചു. കമാ പോലെ, കമാ ലനന്തും നിങ്ങൾ വിചാരിച്ചതുപോലെ.
അല്ലയ്യബഅസ, അല്ലയ്യബഅസ എന്ന് വെച്ചാൽ എന്താ? എഴുന്നേൽപ്പിക്കുകയില്ല എന്ന്. അവിടെ അൻ ലൻ എന്ന് വരുമ്പോൾ എഴുന്നേൽപ്പിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറയാണ്. എഴുന്നേൽപ്പിക്കുകയേ ഇല്ല എന്നുള്ളത്. ആര്? അള്ളാഹു. അള്ളാഹു സുബ്ഹാനഹു തആല അഹദൻ, ഒരാളെയും. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല ഒരാളെയും എഴുന്നേൽപ്പിക്കുകയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചതുപോലെ അവരും വിചാരിച്ചു. അപ്പോൾ മക്ക മുശ്രിക്കുകളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രബോധിത സമൂഹം എന്ന് പറയുന്ന അവരുടെയൊക്കെ വിശ്വാസം അതായിരുന്നു. രണ്ടാമത് മരിച്ചതിന് ശേഷമുള്ള ജീവിതമില്ല എന്നവർ വിശ്വസിച്ചിരുന്നു. അതേപോലെ തന്നെ ജിന്ന് വർഗത്തിലും ഒരു വിഭാഗം ആളുകൾ ആ അർത്ഥത്തിൽ തന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വ അന്ന ലമസ്ന സമാഅ, വ അന്ന തീർച്ചയായും ഞങ്ങൾ, ലമസ്ന ലമസ്ന, ലമസ എന്ന് വെച്ചാൽ സ്പർശിച്ചു, തൊട്ടു എന്നൊക്കെയാണ് അർത്ഥം. ലമസ, ലമസ്ന ഞങ്ങൾ സ്പർശിച്ചു, ഞങ്ങൾ തൊട്ടു. എന്താണ്? അസ്സമാ, ആകാശത്തെ. ഫവജദ്നാഹ, ആ സന്ദർഭത്തിൽ വജദ യജിദു വെച്ചാൽ കണ്ടു എന്നാണ്. വജദ യജിദു, വജദ യജിദു സൂറത്തുൽ ദുഹയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? വജദക ളല്ലം ഫഹദ അല്ലേ? വജദ യജിദു കണ്ടു. ഫവജദ്നാഹ, അപ്പോൾ നാം കണ്ടു. എന്താ കണ്ടത്? മുലിഅത്ത്, മുലിഅത്ത്. മലഅ എന്ന് വെച്ചാൽ നിറച്ചു എന്നാണ്. മലഅ യംലഉ, നിറയ്ക്കുക. റബ്ബന ലക്കൽ ഹംദു മിൽഅസ് സമാവാത്ത് വമിൽഅൽ അർദ് വമിൽഅ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ് പറയാറുണ്ടല്ലോ നമ്മളെ ഇഅ്തിദാലൊക്കെ. മലഅ യംലഉ, നിറച്ചു. മുലിഅത്ത് നിറയ്ക്കപ്പെട്ടു. മുലിഅത്ത്, മുലിഅത്ത് നിറയ്ക്കപ്പെട്ടു. അപ്പം എന്താണ്? ഫവജദ്നാഹ, അതിൽ നാം കണ്ടു, മുലിഅത്ത് നിറയ്ക്കപ്പെട്ടതായി. ഹറസൻ, ഹറസൻ പാറാവുകാർ, കാവൽക്കാർ, സെക്യൂരിറ്റി എന്നൊക്കെ പറയും. ഹാരിസ്, നിങ്ങൾക്ക് കാണാം, സെക്യൂരിറ്റി ഹാരിസ് എന്ന് പറയും. കാവൽക്കാര് അല്ലെങ്കിൽ പാറാവുകാര്. ഷദീദൻ, ശക്തരായ. അപ്പം ശക്തരായ പാറാവുകാരെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതായി ഞങ്ങൾ ആകാശത്തെ സ്പർശിച്ചപ്പോൾ ഞങ്ങൾ എന്തായി? ഞങ്ങൾ കണ്ടു. വ ഷുഹുബൻ, അതേപോലെ തന്നെ ഷുഹുബ് എന്ന് വെച്ചാൽ തീ അമ്പുകൾക്കാണ് പറയാം. അമ്പ് എന്ന് വെച്ചാൽ എറോ എന്നാണ് പറയാം. ഷിഹാബ് എന്നുള്ളതിൻ്റെ പ്ലൂരലാണ് ഷുഹുബ് എന്നുള്ളത്. അപ്പോൾ തീ അമ്പുകളെ ഞങ്ങൾ കണ്ടു എന്നുള്ളതാണ്. അപ്പം ഇനി ഞാൻ വേർഡ് മീനിങ് ഒക്കെ പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു ആശയങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിറിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖ എന്നുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഇപ്പോൾ അറാബികളായ ആളുകൾ, അവർ ശരിക്കും നാടോടികളാണല്ലോ. ഓരോ നാടിങ്ങനെ വിട്ട് ഓരോ നാട്ടിലേക്ക് ഇങ്ങനെ യാത്രാസംഘങ്ങളായി പോയി ഇങ്ങനെ പിന്നെ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. അപ്പോൾ അവർ ഈ വിജനമായ സ്ഥലത്തൊക്കെ ആളും ഒന്നുമില്ലാത്ത ചില സ്ഥലങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അവരിൽ ചില സ്വഭാവം ഉണ്ടായിരുന്നു. അവർക്ക് ഈ ജിന്ന് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ അന്നും ഇന്നും ഒക്കെയുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളൊക്കെ എത്തുന്ന സമയത്ത് അവർ ഒരു സ്ഥലത്ത് തമ്പടിച്ച് അവർ താമസിക്കാനൊക്കെ നിൽക്കുമ്പോൾ അവിടെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ജിന്ന് വർഗത്തു നിന്നുള്ള പിന്നെ ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ കേൾക്കും എന്ന് അവർ തോന്നുന്ന സന്ദർഭങ്ങളിലൊക്കെ അവർ അതിൻ്റെ നേതാക്കന്മാരോട് എന്തു ചെയ്യും? ഞങ്ങളെല്ലാ അർത്ഥത്തിലും കാവൽ നിങ്ങളിൽ നിന്നുണ്ടാവണം എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതാണ് യഊദൂന ബിരിജാൽ മിനൽ ജിൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആ വിഭാഗത്തോട്, ജിന്നുവർഗത്തോട്, മനുഷ്യർ ജിന്നുവർഗത്തോട് കാവലിനെ ചോദിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഉറപ്പാണല്ലോ അവർക്ക് കിബിർ വർദ്ധിക്കും എന്നുള്ളത്. മനുഷ്യവർഗത്തിന് പിന്നെ ജിന്നുവർഗം സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ തന്നെ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞങ്ങൾ, മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്ക് സുജൂദ് ചെയ്യുകയോ എന്നുള്ള അഹങ്കാരം ആദ്യമായി പ്രഖ്യാപിച്ചതാണ് അവർ.
അപ്പം അവരോട് സഹായം ചോദിക്കുന്ന സമയത്ത് അവർക്ക് അഹങ്കാരം, റൊഹക്ക് എന്തായി, അവർക്ക് ധാർഷ്ട്യം അല്ലെങ്കിൽ ധിക്കാരം, അവർക്ക് കിബിർ ഒക്കെ എന്താണ്, അവർക്കത് വർദ്ധിക്കുകയാണ് അത് കാരണത്താൽ അവർക്കുണ്ടായത്. അത് അതിൻ്റെ ഒരു പാർട്ടാണ്. അവർ മനസ്സിലാക്കിയ, അവർക്ക് ഉണ്ടായിരുന്ന ആ വിഷയത്തെക്കുറിച്ച് അവർ ബോധ്യപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അന്നഹും ലന്നു കമാ ലനംതും അല്ല യബ്അസല്ലാഹു അഹദ, അള്ളാഹു ഒരാളെയും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എന്താക്കിയിട്ടില്ല, അവർ വിശ്വസിച്ചിട്ടില്ല. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. കാരണം മക്കയിലുള്ള മക്ക മുശ്രിക്കുകളായ ആളുകൾക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അവർക്ക് ആകെ അടങ്ങാറുണ്ടാവുന്നത്. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ അംഗീകരിക്കാൻ അവരെ കൊണ്ട് കഴിയൂല. അപ്പം അങ്ങനെയുള്ള ഒരു ജീവിതം ഇല്ല എന്നതാണ് അവർ വിശ്വസിച്ചത്. പക്ഷെ അത് ഖുറാനിൻ്റെ പാരായണം, ഖുറാൻ കേട്ടതോടുകൂടി ആ ഒരു ആശയം അവർ മാറ്റി തിരുത്തുകയാണ്. മറ്റൊരു തരത്തിൽ ആ ആയത്തിനെ തഫ്സീറുകളിലൊക്കെ നമ്മൾ കാണാൻ സാധിക്കും, വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചത് എന്ന് വെച്ചാൽ, വഅന്നഹും ലന്നു കമാ ലനംതും അല്ല യബ്അസല്ലാഹു അഹദൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെയും ഇനി പിന്നെ നിയോഗിക്കുകയില്ല എന്നുള്ളത്, പ്രവാചകനായി ഒരാളെ നിയോഗിക്കില്ല എന്നുള്ളതായിരുന്നു അവർ മനസ്സിലാക്കിയത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖുർആന് മുമ്പുള്ള മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒക്കെ ആ ഒരു വേദഗ്രന്ഥവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ ആശയങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടുകൂടി അവിടെ കഴിഞ്ഞു എന്നുള്ള അവർ മനസ്സിലാക്കുന്നത്. വേറെ അർത്ഥത്തിൽ ചില തഫ്സീറുകളൊക്കെ കാണാൻ സാധിക്കും, ഈ ആകാശലോകത്ത് അവർക്ക് നേരത്തെ അവർക്ക് ഇപ്പം നമ്മൾ ഇനി പറയുന്ന ആയത്തും തൊട്ടടുത്ത ആയത്തുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. ആകാശലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നതമായ ആകാശലോകത്ത് അള്ളാഹുവിൻ്റെ അർഷിൽ നിന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പറയുകയും ജിബ്രീൽ അലൈഹി ഇസ്ലാം ആ കാര്യങ്ങൾ മലക്കുകളിലേക്ക് കൈമാറുകയും, അങ്ങനെ ഓരോ ആകാശത്തിലും ഉള്ള ഓരോ മലക്കുകളോട്, ഓരോ ഗ്രൂപ്പ് മലക്കുകളോട് ആശയങ്ങൾ കൈമാറുന്ന സമയത്ത് ജിന്നുകൾ അത് കട്ട് കേൾക്കുകയും എന്നിട്ട് അതിൽ നിന്ന് പലതും മനസ്സിലാക്കിയിട്ട് ഭൂമി ലോകത്ത് പല അവരെ ആരാധിക്കുന്ന, നേരത്തെ പറഞ്ഞ ഇത്തരം വിഭാഗം ആളുകൾക്ക് പലതും അവർ കുറച്ച് കൂട്ടിച്ചേർത്തൊക്കെ പലതും എത്തിച്ചു കൊടുക്കുന്ന സമ്പ്രദായം ഈ മുന്നേ അവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് അവർക്ക് ആ കട്ട് കേൾക്കുന്ന സമ്പ്രദായം പിന്നീട് എന്ത് ചെയ്തു, അത് മുടക്കം ചെയ്തു. അത് പിന്നീട് കേൾക്കാൻ പറ്റാത്ത രൂപത്തിൽ അത് ബന്ധാക്കി. ശക്തമായ പാറാവുകാരെ നിർത്തി, അതേപോലെ തന്നെ ഷദീദം വഷുഹുബൻ, തീയമ്പുള്ളവർ കേൾക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ശക്തമായ ഉൽക്കകളെ കൊണ്ട് അവരെ എറിയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാക്കി തീർന്ന കാരണത്താൽ പിന്നീട് അവർക്ക് കേൾക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ കേൾക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്കിപ്പോൾ കേൾക്കാൻ പറ്റാത്തത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകളാണ് അവർക്ക്. ഇങ്ങനെ ഒരു പുതിയൊരു പ്രവാചകന് അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അവസാനമായ ഒരു പ്രവാചകൻ കൂടി ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കി. നേരത്തെയുള്ള പ്രവാചകനോട് ഈ ദൗത്യം അവസാനിച്ചു എന്നുള്ളതായിരുന്നു അവർ മനസ്സിലാക്കിയത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം അവർക്ക് മനസ്സിലാക്കാനും പറ്റി. അപ്പോൾ രണ്ടായാലും അതിൽ ഒന്നാമത്തെ വിഷയമാണ്, അഥവാ മരണത്തിന് ശേഷം ഒരാളെയും അള്ളാഹു എഴുന്നേൽപ്പിക്കില്ല എന്നുള്ളതായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഖുറാനിൻ്റെ ആശയത്തോടു കൂടി അത് ഞങ്ങൾ തിരുത്തി എന്നുള്ളതാണ് അതിലേറ്റവും കൂടുതൽ പ്രബലമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് മൂന്നാമത്തെ കാര്യമായി ഞാൻ പറഞ്ഞ ഇപ്പോൾ ഈ വിഷയമാണ്. എന്നാ ലമസ് നസമ, ഞങ്ങൾ ആകാശത്തെ സ്പർശിച്ചു, ആകാശത്തെ ഞങ്ങൾ തൊട്ടു എന്നൊക്കെ പറയുന്നതാണ്. ആ സമയത്ത് വജദനാഹ, ഞങ്ങൾ അവിടെ കണ്ടു, മുലിഅത്ത് ഹാറസൻ ഷദീദൻ, അവിടെ ശക്തരായ പാറാവുകാരെ ഞങ്ങൾ അവിടെ കണ്ടു. വഷുഹുബൻ, അതേപോലെ തന്നെ തിയമ്പുകളെ കൊണ്ടും ഞങ്ങൾ അവിടെ എറിയുന്ന ഒരവസ്ഥ ഞങ്ങൾ കണ്ടു. അതോകൂടി അവർക്ക് എന്തായിട്ടുണ്ട്, അവർക്ക് ബോധ്യമായി എന്നുള്ളതാണ്. അതവർ ജിന്ന് വിഭാഗം ആളുകൾ അവർ പറയാണ്. അപ്പം അതിന് ശേഷമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് തൊട്ടടുത്ത ആയത്തിൽ, ഞങ്ങൾ സാധാരണ വഅന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസ്സം, കട്ട് കേൾക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആകാശലോകത്ത് പ്രത്യേകമായി ഇരിപ്പിടങ്ങൾ ഞങ്ങൾ കണ്ടെത്തി അവിടെ ഇരിക്കുകയും അത് കേൾക്കുകയും എന്നിട്ട് അത് മറ്റ് ഉള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന സമ്പ്രദായമൊക്കെ ഞങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് തുടർന്നുള്ള ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇപ്പം ഏതായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിലും ഹദീസിലും പറഞ്ഞു തന്ന ആശയങ്ങളും കാര്യങ്ങളും നമ്മൾ പൂർണ്ണമായി അത് മനസ്സിലാക്കുക എന്നതിനപ്പുറത്ത് നമ്മുടേതായ താല്പര്യത്തിനോ ഇഷ്ടത്തിനോ അല്ലെ നമ്മൾ ഇമേജ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ പറയുന്ന ഒരു സാഹചര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അള്ളാഹു ഖുർആനെ കൂടുതൽ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.
ഈമാനും ഇൽമും അള്ളാഹു നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി.